തുടർച്ചയായി നടക്കുന്ന പല അഴിമതികളുടെയും ഭാഗം തന്നെയാണ്. ഒരു അഴിമതിയല്ല, ഒറ്റപ്പെട്ട അഴിമതിയല്ല. 3-4 കാര്യങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിച്ചു. ഒന്ന്, കോൺട്രസ്റ്റ് തൊഴിലാളികളെ വഞ്ചിച്ചുകൊണ്ട് കെട്ടിട സമുച്ചയവും ഹോട്ടൽ സമുച്ചയവും പണിയാനുള്ള നീക്കം ഇതേ സംഘം തന്നെയാണ് നടത്തുന്നത്. കോഴിക്കോട് കടപ്പുറത്ത് അനധികൃതമായി ഹോട്ടൽ സമുച്ചയത്തിന് സ്ഥലം അനുവദിച്ചത് പ്രമുഖനായ ഒരു നേതാവിൻ്റെ സഹോദരനാണ്. വ്യാപകമായ തോതിൽ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ CPM നേതാക്കൾ തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളം മുഴുവൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് കോഴിക്കോട് കേന്ദ്രീകരിച്ചു നടക്കുന്ന ഈ അഴിമതികളെല്ലാം. കോഴിക്കോട്ടെ KSRTC ബസ് സ്റ്റേഷന്റെ വിഷയം ഞാൻ പറഞ്ഞു. കുറച്ച് കാലങ്ങളായിട്ട് വലിയ അഴിമതിയാണ് ഒരു പ്രത്യേക വിഭാഗം ആളുകൾ ചേർന്ന്, ഭരണത്തിൽ സ്വാധീനമുള്ള ആളുകൾ ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെല്ലാം ഭരണ സംവിധാനങ്ങളുടെ, സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയുണ്ട്. CPM നേതാക്കൾ ഒറ്റയ്ക്കും കൂട്ടായും ഈ അവസാന സർക്കാരിനെ ഉപയോഗിച്ച് കോടികൾ കൊയ്യുകയാണ്. പാർട്ടി നേതാക്കളുടെ ഇത്തരം വഴിവിട്ട ഇടപാടുകൾ പോളിറ്റ് ബ്യൂറോ മെമ്പർമാരടക്കം പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നടപടിയൊന്നുമില്ല. ഇന്നിപ്പോൾ MA ബേബി പറഞ്ഞിരിക്കുന്ന ഒന്നാണ്. MA ബേബി ഇത് പച്ചക്കുതിരയിൽ എഴുതുകയല്ലല്ലോ വേണ്ടത്. MA ബേബിക്ക് ആർജവമുണ്ടെങ്കിൽ ഇത് പാർട്ടിയിൽ പറഞ്ഞ് അതിന് നടപടി എടുപ്പിക്കണ്ടേ? പിണറായി വിജയനെതിരെ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതി, ഇതെല്ലാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്നായിരുന്നു. പക്ഷേ എവിടെയും എത്തിയില്ല. കുറേ തിരുത്തൽ 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 എന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു നടപടിയുമില്ല. ഗോവിന്ദൻ പറയുന്നത് പാർട്ടി സഖാക്കൾക്ക് പണത്തോട് ആർത്തിയാണെന്നാണ്. പക്ഷെ എന്താ നടപടി? എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത്? ഇത്തരം പച്ചയായ അഴിമതികളിൽ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കുന്നത്? തൃപ്പൂണിത്തുറ ഏരിയ സെക്രട്ടറിയുടെ പേരിൽ കോടികളുടെ അഴിമതി നേരത്തെ പുറത്തു വന്നതാണ്. പാർട്ടിയിൽ നിന്ന് കുറച്ചു കാലം മാറ്റി നിർത്തി, ഓരോ അന്വേഷണവും നടന്നില്ല. ആലപ്പുഴ ജില്ലയിൽ വിവിധ പാർട്ടി നേതാക്കൾ നടത്തുന്ന അഴിമതി പത്രമാധ്യമങ്ങളിൽ പരസ്യമായ വിഴുപ്പലക്കളിലേക്ക് വന്നു. നേതാക്കൾ തന്നെ പരസ്പരം ചേരിതിരിഞ്ഞ ആരോപണം ഉന്നയിച്ചു. മാഫിയ സംഘങ്ങളുടെ പ്രവർത്തനം, ഒരു നടപടിയുമില്ല. കണ്ണൂരിൽ MP ജയരാജൻ തന്നെ പരസ്യമായി രംഗത്ത് വന്നു. കൊട്ടേഷൻ സംഘങ്ങളും കള്ളക്കടത്തുകാരും പാർട്ടിയെ ഹൈജാക്ക് ചെയ്യുന്നു എന്നുള്ള ആരോപണം ഉന്നത നേതാക്കൾ തന്നെ പറഞ്ഞു. പക്ഷെ ഒരു നടപടിയുമില്ല. CPM നേതാക്കളുടെ നിയന്ത്രണത്തിൽ നടക്കുന്ന ഇത്തരം അഴിമതികൾ ഒന്നും തന്നെ കേരളത്തിൽ അന്വേഷിക്കുന്നില്ല. അതാണ് ഇതിനെല്ലാം കാരണം. PSC തട്ടിപ്പ് ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട നേതാവിലേക്കാണ്, മുഖ്യമന്ത്രിയുടെ ബന്ധുവിലേക്കാണ്. അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമുണ്ട് എന്നാണ് ഞങ്ങളുടെ നിലപാട്. ഇതൊക്കെ ആരാണ് നടത്തുന്നത്? ഈ പ്രമോദ് എന്ന് പറയുന്ന ആളെ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ എല്ലാവർക്കും അറിയാം ഇത് ആരൊക്കെ ചേർന്നാണ് വാങ്ങിയിരിക്കുന്നത്, ആരുടെ പേരിലാണ് വാങ്ങിയിരിക്കുന്നത്. മാത്രമല്ല PSC മെമ്പറെ നിയമിക്കാൻ അധികാരം ആർക്കാണുള്ളത്? വല്ല G സുധാകരനോ MA ബേബിയോ വിചാരിച്ചാൽ കേരളത്തിൽ PSC മെമ്പറെ നിയമിക്കാൻ പറ്റുമോ? PSC മെമ്പറെ നിയമിക്കണമെങ്കിൽ ഒരു സ്ഥലത്തല്ല തീരുമാനം വരുന്നത്. ഇന്ന് വിചാരിച്ചാൽ നടക്കുമോ? മുഖ്യമന്ത്രി വിചാരിച്ചാലേ നടക്കുള്ളൂ. കടപ്പുറത്തെ കണ്ണായ സ്ഥലം പതിച്ചു കൊടുക്കാൻ ഗോവിന്ദ മാഷ് വിചാരിച്ചാൽ നടക്കുമോ? സുധാകരൻ വിചാരിച്ചാൽ നടക്കുമോ? കോംട്രസ്റ്റ് പൊളിച്ച് അവിടെ കെട്ടിട സമുച്ചയം പണിയാൻ MP ഗോവിന്ദൻ വിചാരിച്ചാൽ നടക്കുമോ? G സുധാകരൻ വിചാരിച്ചാൽ നടക്കുമോ? ഇതെല്ലാം നടത്തുന്നത് ഒരേ സംഘം തന്നെയാണ്. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, കുറച്ച് കാലങ്ങളായിട്ടുള്ളതാണ്. പാർട്ടിയെ കയ്യിൽ ഒതുക്കിയിരിക്കുകയാണ് ഒരു ഗൂഢസംഘം. ഞങ്ങളുടെ ആക്ഷേപമല്ല, പാർട്ടിക്കാർ തന്നെ പറയുന്ന ആക്ഷേപമാണ്. അന്വേഷണം വേണം.